ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ഡേ ഇൻ മൈ ലൈഫ്. സോ ഗൈസ്, ബേസിക്കലി നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 6:30-ക്കാണ്. നമ്മളതേ ഡ്രസ്സൊക്കെ മാറി നേരെ ജിമ്മിൽ പോവാണ്. പിന്നെ എല്ലാ സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് കുറച്ചധികം ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6:30-ക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കഴിക്കുന്ന ഒരു സ്മൂത്തിയാണ്. ജസ്റ്റ് ഓട്സും ബനാനയും ഡേറ്റ്സും നട്ട്സും പിന്നെ കുറച്ച് പാലും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡ്രൈഡ് ബെറീസും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡ്രൈഡ് ക്രാൻബെറീസ്. ഓക്കെ, അതേ നമ്മളതെല്ലാം ബ്ലെൻഡ് ചെയ്ത് രാവിലെ തന്നെ കുടിക്കും. ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. ഒരാവശ്യമില്ല, എന്നാലും കുറച്ച് കിടക്കട്ടെ. രാവിലെ മോഡറേറ്റ്ലി അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ജിമ്മിൽ. എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ നോക്കുന്നു. എനിക്ക് മാത്രമൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ കാലൊക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുക. കാരണം എനിക്ക് രാവിലെ ക്ലയൻ്റൊന്നും ഇല്ല അധികം. അങ്ങനെ ഞാൻ പിന്നെയും കുറേ നേരം കുറച്ചുകൂടി ക്യൂട്ട്നെസ്സൊക്കെ ഇട്ട് ഒരാവശ്യമില്ലാണ്ട് ഇങ്ങനെ ക്യൂട്ട്നെസ്സൊക്കെ ഇട്ട് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരും കഷ്ടപ്പെടുന്ന കാണാൻ പോയി. എല്ലാവരും കഷ്ടപ്പെടുന്ന കണ്ട് അവരറിയാണ്ട് അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഞാനതിൽ പറന്ന് നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എൻ്റെ ഷിഫ്റ്റ് കഴിയും. 11 മണി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീരില്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകും. അന്ന് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി. അത് കഴിഞ്ഞിട്ട് 4 മണി 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. എൻ്റെ 5 മണിക്ക് എൻ്റെ ഷിഫ്റ്റ് തുടങ്ങും. അതിന് മുമ്പ് എനിക്ക് വർക്കൗട്ട് ചെയ്യണം. അന്ന് ഞാൻ ബാക്കും ബൈസെപ്സുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ബാക്കിന് വേണ്ടിയിട്ട് യോയും ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിലും കൂടുതൽ ചെയ്തു. പിന്നെ ഞാൻ റീച്ച് കേൾസും പിന്നെ ബൈസെപ്പ് കേൾസും ചെയ്തു. അതുമാത്രമല്ല കുറേ ചെയ്തു, ഇത് മാത്രം എടുത്തു. പിന്നെ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജിമ്മിലൊരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല. അതിൻ്റെ അപ്സൈഡ് എന്താ വെച്ചാൽ നമുക്ക് ആവശ്യത്തിലധികം ക്യൂട്ട്നെസ് ഇടാം. ഒരാവശ്യമില്ലാണ്ട് കുറേ ക്യൂട്ട്നെസ് ഇട്ട വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ ജിമ്മിലെ ട്രെയിനറാവുന്നതിൻ്റെ അപ്സൈഡ് വേറെന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള പാട്ട് ചൂസ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് നാജിയ. കഷ്ടപ്പെട്ട് എന്താ പാട്ട് വെക്കേണ്ടതെന്ന് ഒറ്റ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് 5 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ഷിഫ്റ്റ് തുടങ്ങാനായി. ഇതാണ് എൻ്റെ ഒരു ക്ലയൻറ്റ് നെഹി കഷ്ടപ്പെടുന്നത് 1 കിലോയുടെ ബൈസെപ്പ് കേൾ ചെയ്യാൻ വേണ്ടിയാണ്, ഹാമർ കേൾ ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലേ അത് ഇനി കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജിമ്മിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് ജോയിൽ റീലൊക്കെ എടുക്കാൻ വന്നു. അങ്ങനെ ഒരു ബിസി ഈവനിങ് ആയിരുന്നു. രാവിലെ കുറച്ച് ഫ്രീ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ കിടന്നുറങ്ങുക. ബിക്കോസ് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് പിന്നെ എണീറ്റ് ജിമ്മിൽ വരണം. അപ്പോൾ അത്രേ ഉള്ളൂ.